മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. മാർക്കറ്റ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ രീതിയിൽ മുന്നേറി. ഇനിയും മുന്നേറാനുള്ള സ്റ്റീം ബാക്കിയുണ്ട്. പക്ഷേ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യകരമായ ഒരു കറക്ഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ മാർക്കറ്റ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും അല്പം കൂടി താഴേക്ക് പോകും. അതിനുള്ള കാരണങ്ങൾ ആഗോള തലത്തിലുണ്ടായ കാരണങ്ങൾ, പോർച്ചുഗലിലെ ഒരു ബാങ്കിനുണ്ടായ തകർച്ച തുടങ്ങിയ കാര്യങ്ങളാണ്. എന്തായാലും ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറി ഇപ്പോൾ വളരെ ഇൻടാക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതൽ ചർച്ച ചെയ്യാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, സ്വാഗതം. ഏറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. വിപണിയെ സംബന്ധിച്ചിടത്തോളം ഏതായാലും താങ്കൾ ഒക്കെ പറഞ്ഞിരുന്നത് പോലെ തന്നെ വളരെ ശുഭോദർക്കമായ ഒരു നേട്ടത്തിൽ നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു, പ്രത്യേകിച്ചും മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം. അപ്പോൾ ഒരു ലോങ് ടൈം ബുൾ മാർക്കറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞുവോ? അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണോ? നമുക്ക് വളരെ തെളിച്ചത്തോടെ വ്യക്തതയോടെ പറയാൻ കഴിയുമോ നമ്മളൊരു ലോങ് ടൈം ബുൾ മാർക്കറ്റിന്റെ പൂമുഖത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന്? വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മാർക്കറ്റ് വാച്ച് തുടരുന്നത്. അതിനുശേഷം വലിയ മാറ്റങ്ങൾ ഇന്ത്യൻ ഇക്കണോമിക് സിറ്റുവേഷനിലും പൊളിറ്റിക്കൽ ഫ്രണ്ടിലും സംഭവിച്ചു. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ, അബ്സല്യൂട്ട് മെജോറിറ്റിയുള്ള ഒരു ഗവൺമെൻറ്, അത് തീർച്ചയായിട്ടും ഒരു ഫൈനൽ ബുൾ റൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൈൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഒരു മൾട്ടി ഇയർ ബുൾ റൈഡിലേക്ക് മാർക്കറ്റ് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ FISന്റെ വലിയൊരു ഹ്യൂജ് ഫ്ലോ ഇന്ത്യയിലേക്ക് വരുന്നു. ഇപ്പോഴും ഒരു ലിക്വിഡിറ്റി ഡ്രിവൺ മാർക്കറ്റ് തന്നെയാണ്, ടെക്നിക്കലി അല്ല മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. FISന്റെ ഒരു ഹ്യൂജ് ഫ്ലോ തന്നെയാണ് ഈ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. പലപ്പോഴും മാർക്കറ്റിന്റെ റൈഡിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ FISന്റെ ഒരു ഹ്യൂജ് ഫ്ലോ, അതിൻ്റെ ഒരു പ്രധാന റീസൺ, ഈ റീസെൻ്റ് ആയിട്ട് FISന്റെ ഇത്രയും വലിയ ഫ്ലോ വരാനുള്ള ഒരു പ്രധാന റീസൺ മോഡി ഗവൺമെൻറ് തന്നെയാണ്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും അബ്സല്യൂട്ട് മെജോറിറ്റിയോടുകൂടി ഒരു ഗവൺമെൻറ് വരുന്നത്. അതുകൊണ്ട് തന്നെ പല മാറ്റങ്ങളും ഇന്ത്യൻ എക്കണോമിയിലും എല്ലാ സമഗ്രമായുള്ള ഒരു വികസനത്തിലേക്ക് ഇന്ത്യ കുതിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ബജറ്റ് അനൗൺസ് ചെയ്തു. വളരെ പോസിറ്റീവായിട്ട് സമഗ്ര മേഖലയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വളരെ എഫക്റ്റീവും എഫിഷ്യൻറ്റുമായിട്ടുള്ള ഒരു ബജറ്റ്, അതിൻ്റെ എത്രത്തോളം എഫക്റ്റീവായി നടപ്പിലാക്കാൻ സാധിക്കും, അതിനനുസരിച്ച് മാർക്കറ്റിൽ ഫർദർ മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ ടൈം ഫ്രെയിമിൽ വളരെയധികം ലിമിറ്റേഷനിൽ അനൗൺസ് ചെയ്തൊരു ബജറ്റാണ്, ഒരു 6 മാസത്തേക്കുള്ളൊരു ബജറ്റ്. നമുക്കറിയാം, പുതുതായി ഫിനാൻസ് മിനിസ്റ്റർ ചാർജ് എടുത്തു. അദ്ദേഹം ഇത് മുഴുവനും പഠിക്കാനുള്ളൊരു ടൈം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ടും, പലപ്പോഴും പല ബജറ്റും വരുന്നുണ്ടെങ്കിലും എത്രത്തോളം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ ഈ ഗവൺമെൻറ്, മോഡി ഒരു പ്രൂവൺ ലീഡറാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഇന്ത്യയിൽ ഒരു വലിയ റിഫോംസിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് FIS വലിയൊരു ഫണ്ട് ഫ്ലോ ഇന്ത്യയിലേക്ക് വരുന്നതും. എല്ലാ മേഖലയും ടച്ച് ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന തർക്കമില്ല ശ്രീ ഭുവനേന്ദ്രൻ. പക്ഷേ നമ്മൾ സൂക്ഷ്മമായി അപഗ്രഥിച്ചാൽ ഈ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് ഒരു ബാഡ്ലി ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ബജറ്റായിട്ടാണ് പലരും പറയുന്നത്. ഇപ്പോൾ ദീപക് പരേഖ് അടക്കമുള്ള HDFCയുടെ അദ്ദേഹം അടക്കമുള്ളവർ പറയുന്നത് എല്ലാ മേഖലകളെയും താങ്കൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ ക്രോസ് സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി മുഴുവനും കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ്, അത് അവതരിപ്പിച്ച രീതി, അതിൻ്റെ അകത്തെ ഒരു അടുക്കും ചിട്ടയും ഇല്ലായ്മ, ഇതൊക്കെയാണ് അതിൻ്റെ അകത്തെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് വന്നത്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മാത്രം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഇത്രയും വലിയ രീതിയിൽ ഈ 1.5 മാസം കൊണ്ടുണ്ടാക്കിയ വളരെ ഹാർഡ് വർക്ക് ചെയ്തെടുത്ത ഒരു ബജറ്റ്, ആ ബജറ്റ് സ്ട്രിക്റ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നോക്കിയാൽ ഈ ഒരു നേട്ടം, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ആ ബജറ്റ് അവതരിപ്പിച്ച ദിവസമുണ്ടായ ആ ഒരു മുന്നേറ്റം, പിന്നെ തകർച്ച, അതിന് പകരം അത് വലിയ അളവിൽ ഒരു മുന്നേറ്റം കുറിക്കേണ്ടിയിരുന്നതല്ലേ? അതിനുള്ള വെടിക്കോപ്പ് സമാഹരിച്ചിരുന്ന ഒരു ബജറ്റ് തന്നെയായിരുന്നു എന്നാണ് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നത്, അതിന്റെ ഫൈൻ പ്രിന്റ് വായിച്ചപ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ അത് വിപണിയിലേക്ക്, അല്ലെങ്കിൽ വിപണിയിൽ ആ രീതിയിൽ അത് പ്രതിഫലിച്ച് കണ്ടില്ല എന്ന് തോന്നുന്നു. ഇത് തീർച്ചയായിട്ടും സനൽ, ഇത് പ്രസന്റ് ചെയ്ത രീതി, ഡ്രാഫ്റ്റ് ചെയ്ത രീതി, അതാ ഞാൻ പറഞ്ഞത്, ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു ബജറ്റ് പുതിയ ഫൈനാൻസ് മിനിസ്റ്റർ അവതരിപ്പിക്കുമ്പോൾ അതിന് ചില ഡ്രോബാക്സ് ഉണ്ടാകാം സ്വാഭാവികമായിട്ടും. പക്ഷേ നമ്മൾ ആ ബജറ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റിന് ടാക്സ് റിഡക്ഷൻ, അങ്ങനെ 8,500 കിലോമീറ്റർ റോഡ്, അതിന് 37,000 crore മാറ്റിവെച്ചിരിക്കുന്നു. റൂറൽ റോഡ് ഡെവലപ്മെന്റ് 4,000 crore, അങ്ങനെ എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് 63,000 സംതിങ് crore. അപ്പോൾ എല്ലാ സമഗ്ര മേഖലയും
ടച്ച് ചെയ്ത ഒരു ബഡ്ജറ്റ് തന്നെയാണ്. അതിന്റെ ഡ്രാഫ്റ്റിംഗ് മോശമാണ്. അതിന്റെ റീസൺ ആ ഒരു എക്സ്പീരിയൻസ്, ചെറിയ ടൈം ഫ്രെയിം. പക്ഷെ തീർച്ചയായിട്ടും മോഡി എന്ന് പറയുന്ന സ്ട്രോങ് ലീഡർ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്കൊന്ന് കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് FISന്റെ ഒരു ഹ്യൂജ് ഫ്ലോ ഇന്ത്യയിലേക്ക് വരുന്നതും. അപ്പോൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഇപ്പോഴും ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. പിന്നെ വലിയൊരു റൈഡ് മാർക്കറ്റിൽ സംഭവിച്ചു. അതിന്റെ ഒരു കൺസോൾട്ടേഷൻ ആവശ്യമാണ്. ഒന്ന്, മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു, ഒരു പോസിറ്റീവ് ന്യൂസ്. രണ്ട്, അബ്സൊല്യൂട്ട് മെജോറിറ്റി കൂടി വരുന്നു. രണ്ടാമത് എല്ലാവരും വാച്ച് ചെയ്തതാണ് ബഡ്ജറ്റ്. അപ്പോൾ ആ ബഡ്ജറ്റിന് മുമ്പ് തന്നെ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള റാലി സംഭവിച്ചു. 7,800 ലെവലിലേക്ക് നിഫ്റ്റി മൂവ് ചെയ്തു. അതിന്റെ ഒരു കൺസോൾട്ടേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ഒരു ടെക്നിക്കൽ മൂവ്മെന്റ് മാർക്കറ്റിൽ 7,400 എന്ന് പറയുന്ന ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണാണ്. ഇപ്പോൾ ഫ്രൈഡേ ക്ലോസിംഗ് പോലും ഒരു സപ്പോർട്ട് സോണിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ലെവൽ അഗൈൻ ബ്രേക്ക് ചെയ്താൽ 7,200 എന്ന് പറയുന്ന ലെവലിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനു മുമ്പൊക്കെ മാർക്കറ്റിൽ ഫോൾ സംഭവിച്ചാൽ വീണ്ടും ഒരു ബെയർ ഫേസിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇന്ന് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഓരോ മാർക്കറ്റിന്റെ കറക്ഷനും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പല സ്റ്റോക്കുകളും ഈ ഒരു റൈഡിൽ മിസ്സായ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും വീണ്ടും അവരുടെ മുന്നിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ് ഫ്രണ്ട് റൺ സ്റ്റോക്കിൽ. അതിൽ സ്റ്റേറ്റ് ബാങ്ക് ആണെങ്കിലും L&T ആണെങ്കിലും ONGC ആണെങ്കിലും ഫ്രണ്ട് റൺ സ്റ്റോക്കിലും മിഡ് ക്യാപ്പിൽ എല്ലാം തന്നെ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കാരണം ഡൗൺ സൈഡ് റിസ്ക് എന്ന് പറയുന്നത് 15-20%, അപ്സൈഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ 200% ഗെയിൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇപ്പോൾ നിഫ്റ്റി ഏകദേശം 6,450 മുകളിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ താങ്കൾ ഒരു ബൈ അഡ്വൈസ് ചെയ്യുമോ ഈ പറഞ്ഞ ഓഹരികളിൽ? തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് റെക്കമെൻഡേഷൻസ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ, ഈവൻ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ 100-200 പോയിന്റ് താഴെ പോയാൽ പോലും കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഈ സാഹചര്യത്തിൽ വാങ്ങാം. തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് ഭാരതി എയർടെൽ ആണെങ്കിലും ONGC ആണെങ്കിലും NTPC അങ്ങനെ ഒട്ടനവധി സ്റ്റോക്കുകൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, L&T, ഐലൻഡ് ഓഫ് ട്രാൻസ്പോർട്ട് പോലെയുള്ള സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ലോങ് ടൈം വ്യൂവിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡൗൺ സൈഡ് റിസ്ക് എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ മാക്സിമം 10-15% ആണ്. അപ്സൈഡ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ഓരോ ഇൻവെസ്റ്ററും ഇന്ത്യയിലെ വളരെ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പൊക്കെ മാർക്കറ്റ് വാച്ച് അഡ്വൈസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ റിസ്ക് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അതിന് പ്രസക്തിയില്ല. അതെ, ഇന്ന് അതിന് പ്രസക്തിയില്ല. കാരണം വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് വളരെ എഫക്റ്റീവ് മാനറിൽ ഓരോ കാര്യങ്ങളും നടപ്പിലാക്കുന്നു. അതെ, തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവാണ്. അതിന്റെ റിഫ്ലക്ഷനാണ് ഞാൻ പറഞ്ഞില്ലേ, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും റീറ്റെയിൽ പാർട്ടിസിപ്പേഷനും ഇല്ല. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലാണ്. ഈ സമയത്ത് ഹ്യൂജ് FI ഫ്ലോ തന്നെയാണ് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യിക്കുന്നത്. അപ്പോൾ വീണ്ടും റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വരുന്നു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈയിങ് സൈഡിൽ വരുന്നു, FIs വീണ്ടും ആക്റ്റീവ് ആകുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ വരികയാണെങ്കിൽ ഒരു വൺ സൈഡ് റാലി തന്നെ മാർക്കറ്റിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു അക്കാഡമിക് കൗതുകം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഏതായാലും അത് തീരുമാനമായി. കാരണം അനിശ്ചിതത്വങ്ങളെല്ലാം അകന്നു, കാർമേഘങ്ങൾ അകന്നു. ഓരോ ഡിപ്പുകളിലും ബൈ ചെയ്യുക, സംശയമില്ല. ഇപ്പോൾ ബ്രോക്കിംഗ് സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഹയറിംഗ് ആക്ടിവിറ്റി വലിയ രീതിയിൽ കൂടുന്നതായിട്ട് മനസ്സിലാക്കുന്നു. ഇത് അപ്പോൾ ഒരു ഹൈറ്റൻഡ് ഓളിയംസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ ഈ പ്രത്യേകിച്ചും ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം? എന്താണത്? തീർച്ചയായിട്ടും സാനൽ, എനിക്ക് തോന്നുന്നു കറന്റ് ലെവലിൽ ഒരു ഹ്യൂജ് വോളിയം ഇൻക്രീസ് വന്നിട്ടില്ല. പക്ഷെ ഫ്യൂച്ചർ ഇസ് വെരി സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബ്രോക്കിംഗ് ഹൗസസ് ഒക്കെ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചോദിക്കുന്നത് മുൻ മാസങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കാര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഗ്രോത്ത് ഒരു 100% ഗ്രോത്ത് എല്ലാ ബ്രോക്കിംഗ് ഹൗസിലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സംഭവിച്ചിരിക്കുന്ന പുതിയ ഇൻവെസ്റ്റേഴ്സ് അല്ല. ആ പഴയ ഇൻവെസ്റ്റേഴ്സിന്റെ വാല്യൂയിൽ ഉണ്ടായിരിക്കുന്ന ഇൻക്രീസ് അവരൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് മൂവ് ചെയ്യുന്നു. അതാണ് ആ ഒരു വോളിയം ഇൻക്രീസ് വന്നതിന്റെ പ്രധാന റീസൺ. പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് കമ്മ്യൂണിറ്റി വന്നതുകൊണ്ടല്ല, അതേസമയം ഇപ്പോഴുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ വാല്യൂയിൽ വന്നിരിക്കുന്ന ഒരു ഇൻക്രീസ് ആണ്. അവരൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ ടോട്ടൽ ഒരു സെന്റിമെന്റ്സിൽ ഒരു മാറ്റം സംഭവിച്ചു. അതിന്റെ റിഫ്ലക്ഷൻ ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും പുതിയ നിക്ഷേപകർ വരണം എന്ന കാര്യത്തിൽ സംശയമില്ല. പുതിയ നിക്ഷേപകർക്ക് വഴികാട്ടാൻ മാർക്കറ്റ് വാച്ചിനും ഒരു പരിധിവരെ കഴിയും എന്നാണ് ഞാനും നിങ്ങളും എല്ലാവരും കരുതുന്നത്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് ചില ഇൻഡിവിജ്വൽ സ്ക്രിപ്പ് ഈ ദിവസങ്ങളിൽ വാർത്തകളിൽ വന്ന, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള ഒരു കമ്പനി വി-ഗാർഡ് വളരെ റാപ്പിഡ് സ്ട്രൈഡ്സ് എന്ന് തന്നെ പറയാം, വലിയ മുന്നേറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 60 രൂപ 65 രൂപ ലെവലിൽ ലിസ്റ്റ് ചെയ്ത ഈ കമ്പനി ഏകദേശം 4-5 വർഷം കൊണ്ട് ഇപ്പോൾ 600 രൂപയ്ക്ക് അടുത്തേക്ക് എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ 700 രൂപയ്ക്ക് അടുത്തേക്ക് എത്തി നിൽക്കുന്നു. അപ്പോൾ 600 രൂപയ്ക്കായിരുന്നു ഈ കമ്പനി ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴത്തെ വില ഏകദേശം 7000 രൂപയ്ക്ക് അടുത്ത്. അങ്ങനെ വലിയ ഒരു ചലനമുണ്ടാക്കി. അന്ന് മുതൽ ഇന്ന്
വരെ വീഗാർഡ് സൂക്ഷിച്ചിരുന്നവർക്ക് വലിയ രീതിയിൽ ധനം ഉണ്ടായിട്ടുമുണ്ടാവും. പക്ഷേ അവരുടെ തന്നെ സഹോദര സ്ഥാപനമായ വണ്ടർലായും ലിസ്റ്റ് ചെയ്തു. ആ ഓഹരിയിലും ഒരു മുന്നേറ്റം വലിയ രീതിയിൽ ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. 250-56 വരെ പോയി, ഇപ്പോൾ 215 മറ്റോ ആണ്. അപ്പോൾ ഈ രണ്ട് സ്ക്രിപ്പുകളെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഈ രണ്ട് സ്ക്രിപ്പിൻ്റെയും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ക്ലാരിറ്റിയുള്ള ഒരു മാനേജ്മെൻറ്റ്. എപ്പോഴും ഒരു സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരുടെ വിഷൻ അതുതന്നെയാണ് ഈ കമ്പനി ഇത്രയും വലിയൊരു റൈഡിലേക്ക് വരാനുള്ളൊരു പ്രധാന റീസൺ. പിന്നെ എവറി ക്വാർട്ടർ അവർ പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ വണ്ടർലേ ആണെങ്കിലും റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്ത വണ്ടർലേ ആണെങ്കിലും വീഗാർഡ് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഒരു കമ്പനി തന്നെ. ഈ രണ്ട് സ്റ്റോക്കിലും സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജിയാണ്. കാരണം വണ്ടർലേക്ക് വളരെയധികം ഹയർ ലെവലിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് ആ ഒരു സെഗ്മെൻറ്റിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ സ്റ്റേറ്റിലും പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ് വീഗാർഡിനെ സംബന്ധിച്ച്. വേരിയസ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് അവർക്കുണ്ട്. അപ്പോൾ ഈ രണ്ട് കമ്പനിയിലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഓരോ കറക്ഷൻസും എൻട്രി ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം വളരെ ക്ലാരിറ്റിയുള്ള മാനേജ്മെൻറ്റ്, ഇയർ ഓൺ ഇയർ നല്ല പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്യുന്നു, ഡിവിഡൻഡ് പേയിങ് കമ്പനി. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കമ്പനികളും ലോങ് ടേം വ്യൂവിലും ഷോർട്ട് ടേം പോയിന്റ് ഓഫ് വ്യൂവിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ മാർക്കറ്റിനെ അത് കാര്യമായി ബാധിക്കേണ്ട കാര്യമില്ല. അമേരിക്കയിലെ ഡൗ ജോൺസ് എക്കാലത്തെയും ഉയർന്ന നിലവാരമായ 17,000 ക്രോസ് ചെയ്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിലെ സ്റ്റോക്ക് മാർക്കറ്റ്സ് പോലും ഇപ്പോൾ പൊതുവെ ഒരു അപ് ട്രെൻഡിലാണ്. തായ്വാൻ, എല്ലാ മാർക്കറ്റുകളും. അപ്പോൾ ഈ ഒരു അപ് ട്രെൻഡിനിടയിലാണ് അപ്രതീക്ഷിതമായി പോർച്ചുഗലിൽ ഒരു ബാങ്ക് തകർന്ന വിവരം വന്നത്. അത് ആഗോള വിപണികളിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം മോശമായി ബാധിച്ചു. അത് അത്രത്തോളം ഇന്ത്യയെ ബാധിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊരു മാർക്കറ്റ് ഗ്ലോബലി മൂവ് ചെയ്യാണ്. അപ്പോൾ പോർച്ചുഗൽ ക്രൈസിസ് തീർച്ചയായിട്ടും ഇന്ത്യയെ എഫക്റ്റ് ചെയ്യും. അതുപോലെ US-ലുണ്ടാകുന്ന ക്രൈസിസ് ഇന്ത്യയെ എഫക്റ്റ് ചെയ്യും. കാരണം ഗ്ലോബലി മാർക്കറ്റ് മൂവിയാണ്, FI ഡ്രിവൺ മാർക്കറ്റാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇറാഖ് ഇഷ്യൂ, അതുപോലെ ഇസ്രായേൽ ഇഷ്യൂ ചിലപ്പോൾ വീണ്ടും വരാം. ഇതൊക്കെ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളുടെ ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഗവൺമെൻറ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ഇറാഖ് ഇഷ്യൂ രൂക്ഷമാകാം, ഇസ്രായേൽ ഇഷ്യൂ രൂക്ഷമാകാം, മൺസൂൺ മോശമാകാം, അതുപോലെ GDP ഗ്രോത്ത് കുറയുന്നു, ഇൻഫ്ലേഷൻ, ഇതൊക്കെയാണ് ഇന്ത്യ ഫേസ് ചെയ്യുന്ന പ്രശ്നമെന്ന്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടി നിൽക്കുന്നു, 4.1, 3.6, 3ലേക്ക് കൊണ്ടുവരുമെന്ന് അരുൺ ഷൂറി പറയുന്നു. അതിന് വിഘാതമായി നിൽക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ ഗ്ലോബൽ ക്രൈസിസ്, അതുപോലെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഹയർ വാല്യൂവിൽ നിൽക്കുന്നതും, GDP ഗ്രോത്ത് കുറയുന്നതും, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കുറയുന്നത്, ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിനുള്ള ചില മെഷേഴ്സൊക്കെയാണ് ഈ ഒരു ബജറ്റിൽ എടുത്തിരിക്കുന്നത്. കാരണം എല്ലാ സെഗ്മെന്റിലും അതിൻ്റെ ഒരു ടച്ച്, ഒരു മോഡി ടച്ച് അല്ലെങ്കിൽ കാരണം അത് പറയുമ്പോൾ തീർച്ചയായും ഈ ബജറ്റിൽ ഇടം കണ്ട ഏറ്റവും വലിയൊരു കാര്യം ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റിനുള്ള ആ ഒരു ഊന്നലാണ്. പ്രത്യേകിച്ചും അഫോർഡബിൾ ഹൗസിങ്ങും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് ആകെ മൊത്തവും നൽകിയ ഒരു ബൂസ്റ്റ്. അത് പരിഗണിക്കുമ്പോൾ ഇത്രയും കാലം ഉറങ്ങിക്കിടന്നിരുന്ന കുറേ ഓഹരികൾ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് മുതൽ ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റ് വരെ ഒരു വിശാലമായ ശ്രേണി സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. ഇത്തരം കമ്പനികൾ, അത്തരം കമ്പനികളുടെ എല്ലാം വാല്യുവേഷൻ വളരെ താഴ്ന്ന നിലയിലാണ്. പ്രത്യേകിച്ചും മാർക്കറ്റ് ബജറ്റിന് ശേഷവും താഴെ പോകുന്നതിനാൽ ഈ സ്റ്റോക്കുകളുടെ എല്ലാം വില താഴെയും ആണ്. ഈ മേഖലയിൽ ഇനി ഈ മേഖലയിൽ വലിയ മുന്നേറ്റം വരുമെന്നുള്ള കാര്യം ഇനി തർക്കമൊന്നുമില്ല. ഏതെല്ലാം ഓഹരികളായിരിക്കും ഈ മേഖലയിൽ താങ്കൾ സെലക്ട് ചെയ്യുക? ഇതിലിവിടെ ഒരു നെഗറ്റീവ് നിലനിൽക്കുന്നത് ഈ ഹയർ ലെവലിൽ നിൽക്കുന്ന ഈ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. ഒരു ഹ്യൂജ് ഡെറ്റിലാണ്. ഇപ്പോൾ DLF എടുത്താലും യൂണിടെക് എടുത്താലും ഗോദ്രേജ് പ്രോപ്പർട്ടി ഈസ് എ ക്ലീൻ കമ്പനി. പ്രസ്റ്റീജ്, DLF ഒക്കെ ഹ്യൂജ് ഡെറ്റിൽ നിൽക്കുന്നു. ഇവരെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടൈം വ്യൂവിൽ ഡിസ്കൗണ്ട് വാല്യൂവിലാണ് പല റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കും നിൽക്കുന്നത്. ഇപ്പോൾ ഞാനൊരു സ്ട്രോങ് റെക്കമെൻഡേഷൻ കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ഗോദ്രേജ് പ്രോപ്പർട്ടിയും ശോഭ ഡെവലപ്പേഴ്സുമാണ് കൊടുക്കുക. അപ്പോൾ കടം ഇല്ലാത്ത കമ്പനികളാണ് താങ്കൾ ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം DLF, ദർബാരിലാൽ ഫൗണ്ടേഷൻ, ഇന്ത്യയിലെ ആദ്യത്തെ റിയൽ എസ്റ്റേറ്റ് കമ്പനി, അതിന് വലിയ രീതിയിൽ ഉള്ള കടമുണ്ട്. ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റിന് വലിയ കടമുണ്ട്. യൂണിടെക്കിന് ഏകദേശം 8,000 കോടി രൂപയുടെ കടമുണ്ട്. അപ്പോൾ ഈ കടം രഹിത കമ്പനിയാണെങ്കിൽ മറ്റൊരു കമ്പനിയായിട്ട് ഒബ്രോയ് റിയാലിറ്റി പോലുള്ള കമ്പനികൾ അതിനെയൊക്കെ പരിഗണിക്കുന്നു. മഹീന്ദ്ര ലൈഫ് സ്പേസ്, അതുപോലെ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് പോലെയുള്ള കമ്പനികളെ സംബന്ധിച്ച് വളരെയധികം സ്കോപ്പ് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ സ്റ്റോക്കിലേക്കൊക്കെ നമ്മുടെ ഫോക്കസ് പോകുന്നതിലാണ്. അതുകൊണ്ട് ഈ ബജറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. ഓരോ സെഗ്മെന്റും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവാണ്. പക്ഷേ ബജറ്റിന് ശേഷം മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള റാലി സംഭവിച്ചു. എന്നാൽ അതിനുശേഷം വന്നിരിക്കുന്ന യൂറോപ്പിൽ നിന്ന് പോർച്ചുഗൽ ഡെറ്റ് ക്രൈസിസ്
ന്യൂസ് ആയിരുന്നു വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫിന് കാരണമായത്. അപ്പോൾ അത് ഗ്ലോബൽ ന്യൂസ് കൊണ്ടാണ്. അപ്പോൾ ഇന്ത്യൻ ഇക്കണോമിക് സിറ്റുവേഷൻ വളരെ പോസിറ്റീവാണ്. ഇന്ത്യയിലെ സ്റ്റോക്ക് അപ്പോൾ വീണ്ടും നമ്മൾക്കൊരു ഫെയർ വാല്യൂവിലേക്ക് പല സ്റ്റോക്കുകളും വന്നിരിക്കുകയാണ്. അത് ഇൻവെസ്റ്റേഴ്സിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. കാരണം ഈ റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തവരെ സംബന്ധിച്ച് ഇപ്പോൾ L&T നമ്മൾക്കറിയാം 1800 നിന്ന് 1550 മൂവ് ചെയ്തിരിക്കുന്നു. ടാറ്റ സ്റ്റീൽ 150 വന്നിരിക്കുന്നു. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ വളരെയധികം ഫെയർ വാല്യൂയിൽ 80 ലെവലിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഒരു സ്ട്രോങ് ബൈ റെക്കമെൻഡേഷൻ അഡ്വൈസബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ എല്ലാ സ്റ്റോക്കിലും വലിയൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് കമ്മ്യൂണിറ്റിയിൽ ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടില്ല. കാരണം ഉള്ളവരുടെ വാല്യുവേഷനിലാണ് മാറ്റം സംഭവിച്ചത്. പുതിയ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലേക്ക് വരണം, അതല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റിന് വരണം. അതിനൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ തീർച്ചയായിട്ടും മോഡി ഗവൺമെന്റ് ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 1% നിന്നുള്ളത് വളരെ ഷാർപ്പ്, എസ്പെഷ്യലി കേരളത്തിൽ എനിക്ക് തോന്നുന്നു 1% സ്റ്റോക്ക് മാർക്കറ്റിലെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അത് തീർച്ചയായിട്ടും കൂടണം. കാരണം ഡൗൺ സൈഡ് റിസ്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ കുറവാണ്, അപ്പർ സൈഡ് അൺലിമിറ്റഡ് ആണ്. തീർച്ചയായിട്ടും ബാങ്ക് കൊടുക്കുന്ന റിട്ടേണിൽ കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ കിട്ടാനുള്ള സാധ്യത മാറിയ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് പെട്ടെന്ന് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. ബജറ്റിന്റെ ആ ഒരു ഇവന്റ് ഇപ്പോൾ കഴിഞ്ഞു. അതിനുള്ള റിയാക്ഷൻസും അല്ലെങ്കിൽ എന്താണ് രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വരുന്ന മാസങ്ങളിൽ നമുക്ക് കാണാം. കാരണം ഇനി അടുത്ത ബജറ്റിന് വെറും 7-8 മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഹ്രസ്വകാല കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിപണി ഇന്ത്യൻ മാർക്കറ്റിൽ ഇനി നോക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം റിസൾട്ടുകളാണ്. ഒരു റിസൾട്ട് സീസൺ കൂടി വരികയാണ്. ഇൻഫോസിസ് അവർ വിചാരിച്ചതിനേക്കാളും വളരെ മികച്ച പ്രവർത്തന ഫലം കാഴ്ചവെച്ചു. വേറെ താഴെ പോകുമെന്ന് കരുതി അതുണ്ടായില്ല. പുതിയ ക്ലയന്റ് അഡീഷൻസ് ധാരാളം വന്നിരിക്കുന്നു. പക്ഷേ സെയിൽസിൽ വലിയ വർധനയില്ല. എങ്കിലും പൊതുവെ വലിയ രീതിയിലുള്ള നേട്ടം ഇൻഫോസിസ് കാഴ്ചവെച്ചു. പുതിയ ചെയർമാൻ പുതിയ സാരഥി വിശാൽ സിഖയുടെ നേതൃത്വത്തിലും കമ്പനി വലിയ രീതിയിൽ മുന്നേറുമെന്നാണ് പൊതുവെ അനലിസ്റ്റുകൾ കരുതുന്നത്. അത് ഇൻഫോസിസിന്റെ കാര്യം. ഇൻഡസിൻഡ് ബാങ്ക് മറ്റൊരു റിസൾട്ട് വന്നു, വളരെ മികച്ച റിസൾട്ടായിരുന്നു. ഇനി വരാൻ ഒരുപിടി കമ്പനികളുണ്ട്. ഇത് ഏത് ദിശയിലേക്ക് പോകാനാണ് സാധ്യത? ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യാനാണ് സാധ്യത. അതിന്റെ ഒരു സൈൻ തന്നെയാണ് ഇൻഫോസിസും ഇൻഡസിൻഡ് ബാങ്കും നമുക്ക് നൽകിയിരിക്കുന്നത്. കാരണം ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് അനൗൺസ് ചെയ്തു. അതിനുശേഷം ഈ ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വരികയാണ്. എനിക്ക് തോന്നുന്നത് എല്ലാ കമ്പനികളും വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് അനൗൺസ് ചെയ്യാനാണ് സാധ്യത. അടുത്ത മാർക്കറ്റിന്റെ ട്രിഗർ എന്ന് പറയുന്നത് പോലും റിസൾട്ട് ആയിരിക്കും. അപ്പോൾ ഒരു റിസൾട്ട് സീസണിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് ഓരോ റിസൾട്ടും വാച്ച് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുക. ഈ സ്റ്റോക്ക് സ്പെസിഫിക്കും അതുപോലെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് അനൗൺസ് ചെയ്യാനാണ് സാധ്യത. അത് പ്രത്യേകിച്ചും റിയാലിറ്റി സെക്ടർ ആണെങ്കിലും ബാങ്കിങ്, ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറൊക്കെ തന്നെ, ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറൊക്കെ തന്നെ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ജൂലൈ മാസത്തിൽ ഒരുപക്ഷെ നിഫ്റ്റി ഇനിയിപ്പോൾ ഈ തകർച്ചയെല്ലാം കഴിഞ്ഞ ഒരു 7600 അല്ലെങ്കിൽ 7700 പരമാവധി 7800 അത് ക്രോസ് ചെയ്യാൻ, അത് താണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് കരുതുന്നുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ വന്നാൽ അതിനിടയിലാണ് ഈ റിസൾട്ടുകളെല്ലാം വരുന്നത്. ജൂലൈ മാസം അവസാനത്തോടു കൂടി ഏതാണ്ട് റിസൾട്ടുകൾ, പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളെല്ലാം വന്നു തീരും. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലാണോ നമ്മൾ ഈ കുറച്ച് നാളുകളായി 2-3 മാസമായി ഏറ്റവും അധികം കാത്തിരിക്കുന്ന ആ നിഫ്റ്റി അറ്റ് 8000 എന്ന് പറയുന്ന മാജിക്കൽ ഫിഗറിലേക്ക് നമ്മൾ എത്തുക? നിഫ്റ്റിയുടെ ഈ ഒരു സീരീസ് ഒരു 7800 വീണ്ടും ഒരു റീടച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. കാരണം ഈ ഒരു ജൂലൈ സീരീസിൽ തന്നെ എനിക്ക് 7800 മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഗ്ലോബൽ ന്യൂസുകളൊന്നും നെഗറ്റീവ് ആയില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ്. ഇന്ത്യൻ സിറ്റുവേഷൻ വളരെ ബെറ്റർ ഷേപ്പിലാണ്. ഗ്ലോബൽ സിറ്റുവേഷൻ മോശം. പോർച്ചുഗൽ, അതുപോലെ തന്നെ ഇറാഖ്, ഇസ്രായേൽ പോലെയുള്ള ക്രൈസിസ് ഇപ്പോഴും ലൈവായി നിലനിൽക്കുന്നു. അപ്പോൾ ഇത് നെഗറ്റീവായി വരികയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 7400 ദെൻ 7200 എന്ന് പറയുന്ന ഒരു ഫൈനൽ ഒരു ബൈയിങ് ലെവലിലേക്ക് പോകും. അപ്പോൾ 7200 മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പോസിബിലിറ്റി ഈ ഗ്ലോബൽ ക്രൈസിസിനെ ആശ്രയിച്ചിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതൊരു ഫൈനൽ ബൈയിങ് ലെവലാണ്. ഇൻവെസ്റ്റേഴ്സ് തെരഞ്ഞെടുത്ത വളരെ നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. 8000 എന്ന് പറയുന്ന മാർക്കിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണമെങ്കിൽ ഈ വരുന്ന ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വളരെ പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്, രണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ്, ലോങ് ടൈം വ്യൂയോട് കൂടിയിട്ടാണ് ഈ ബഡ്ജറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 പോസിറ്റീവ് ഘടകങ്ങൾ
അനുകൂലമായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റി 8,000 ബ്രേക്ക് ചെയ്യാം. അത് ഓഗസ്റ്റിൽ സംഭവിക്കുമോ എന്നാണ് ചോദ്യം. ഓഗസ്റ്റോട് കൂടി 8,000 മാർക്ക് എത്തിയില്ലെങ്കിൽ തന്നെ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വരികയാണെങ്കിൽ മാത്രം നമുക്ക് 8,000 മാർക്ക് ഓഗസ്റ്റോട് കൂടി വരാം. അതല്ലാത്തൊരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും വളരെ സ്റ്റേബിളായിട്ട്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു വളരെ സ്റ്റേബിളായിട്ടുള്ള ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ട് അത് അടുത്ത ദീപാവലിയോട് കൂടിയെങ്കിലും 8,000 മാർക്കിലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതൽ തന്നെയാണ്. നന്ദി ശ്രീ ഭുവനേന്ദ്രൻ. എന്ത് തന്നെയായാലും ഒരു കാര്യത്തിൽ സംശയമില്ല, അനിശ്ചിതത്വങ്ങൾ മാറി. കാരണം പുതിയ സർക്കാർ വന്നതിന് ശേഷം, വലിയ മാസീവ് മാൻഡേറ്റ് ഉള്ള ഒരു സർക്കാർ വന്നതിന് ശേഷം അവരുടെ അതിവേഗതയിലുള്ള നീക്കങ്ങൾ തീർച്ചയായും വിപണിയെ സംബന്ധിച്ചിടത്തോളം, ആളുകൾക്ക് ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാവാം, പക്ഷേ വിപണിയെ സംബന്ധിച്ചിടത്തോളം വലിയ കയ്യടി വാങ്ങുന്ന പ്രഖ്യാപനങ്ങളാണ്. ആ അതിവേഗത, പെട്ടെന്ന് സ്വിഫ്റ്റ് ആക്ഷൻ, ആ പ്രോസസ്, ആ പ്രക്രിയ തുടരുന്നിടത്തോളം കാലം മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയ ഒരു തകർച്ച ഈ ഘട്ടത്തിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം വലിയ വലിയ ഫണ്ടുകൾ, കാലിപ്പേഴ്സ് പോലെയുള്ള ഫണ്ടുകൾ, അമേരിക്കയിലെ എന്നുള്ള വലിയ വലിയ ഫണ്ടുകൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ, കാനഡ തുടങ്ങിയ വലിയ ഫണ്ടുകളുള്ള രാജ്യങ്ങളെല്ലാം കാത്തിരിക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കറക്ഷനോട് അടുപ്പിച്ച് വാങ്ങാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഓരോ കറക്ഷനും ഇന്ത്യൻ റീറ്റെയിൽ നിക്ഷേപകർ, സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള നിക്ഷേപകരെ സംബന്ധിച്ചും വാങ്ങാനുള്ള വലിയ അവസരമാണ്. നേരത്തെ ഭുവനേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയിൽ, പ്രത്യേകിച്ചും അഫോർഡബിൾ ഹൗസിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മഹീന്ദ്ര ലൈഫ് സ്പേസസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, റിയൽ എസ്റ്റേറ്റ് രംഗത്ത് തന്നെ ശോഭ ഡെവലപ്പേഴ്സ്, ഈ കമ്പനികൾക്കൊന്നും കാര്യമായ കടമില്ല എന്നതാണ് ഏറ്റവും വലിയ ഒബ്രോയ് റിയാലിറ്റി. ഇതിനൊന്നും കടമില്ല, കടരഹിത കമ്പനികളാണ്. ഒപ്പം ഈ മേഖലയിൽ, അഫോർഡബിൾ ഹൗസിംഗ് മേഖലയിൽ തന്നെ വലിയ രീതിയിൽ വായ്പ നൽകുന്ന ദേവൻ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾ വളരെ മികച്ച ലെവലുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ അത് അല്പം കൂടി താഴേക്ക് വന്നാൽ നിക്ഷേപത്തിന് അനുയോജ്യമാണെന്നാണ് ഭുവനേന്ദ്രൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത്തരം ഓഹരികളാണ് പരിശോധിക്കേണ്ടതും. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.